രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. രാഹുൽ ചൂണ്ടിക്കാട്ടിയ വോട്ടർ പട്ടിക വിഷയത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അനൂപ് ദാസ് വിവരങ്ങളുമായിട്ടുണ്ട്. അനൂപ്, നോട്ടീസിൽ ആവശ്യപ്പെടുന്നത് എന്താണ്? ശകുൻ റാണി എന്ന ഒരാൾ അവർ 2 ഇടത്ത് വോട്ട് ചെയ്തു എന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു. അത് ഫോറം 6-ന്റെ, അതായത് കന്നി വോട്ടർമാരെ ചേർക്കുന്നതിന് വേണ്ടിയുള്ള ഫോറത്തിന്റെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് 2 ഇടത്ത് വോട്ട് ചെയ്തത് എന്നാണ് രാഹുൽ ഗാന്ധി അന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. പക്ഷേ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, കർണാടക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു, ഞങ്ങൾ ഈ ശകുൻ റാണിയുടെ വോട്ടുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി. അതിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ശകുൻ റാണി ഒരിടത്ത് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ എന്നാണ്. എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡാറ്റ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത് തെറ്റാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതല്ല, അത് ശരിയാണ് എന്ന് തെളിയിക്കാൻ, ശകുൻ റാണി 2 ഇടത്തും വോട്ട് ചെയ്തതെന്ന് തെളിയിക്കാൻ എന്തെങ്കിലും രേഖയുണ്ടെങ്കിൽ സമർപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിപ്പോൾ 2ാം തവണയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു നോട്ടീസ് രാഹുൽ ഗാന്ധിക്ക് നൽകുന്നത്. ആദ്യത്തെ തവണ രാഹുൽ ഗാന്ധി ആദിത്യ എന്നൊരാളുടെ വോട്ട് വാരാണസിയിലും കർണാടകയിലും ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അങ്ങനെ ഇല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. 2ാമതാണ് ഇപ്പോൾ ശകുൻ റാണിയുടെ വോട്ട് പറഞ്ഞിരിക്കുന്നത്. രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ള ഓരോ വിഷയവും എടുത്തെടുത്ത് അതിന് വിശദീകരണം നൽകുകയാണ്. കഴിഞ്ഞ ഏതാണ്ട് വ്യാഴം, വെള്ളി, ശനി, ഞായർ ഈ 4 ദിവസത്തിനിടെ 2 കാര്യങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഡ്രസ് ചെയ്തത്. 1 ലക്ഷത്തിലധികം വ്യാജ വോട്ടുകൾ ഉണ്ട് എന്നായിരുന്നു രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത്. അതിനുശേഷം ഈ ഒറ്റമുറി വീട്ടിൽ 80 വോട്ട് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയാണ് എന്ന് അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളും ചില ഹിന്ദി, ഇംഗ്ലീഷ് മാധ്യമങ്ങളും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അത്തരം കാര്യങ്ങളിലൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയോ വിശദീകരണം തേടുകയോ ചെയ്തിട്ടില്ല.